അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവവചനത്തിന് സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്. നാം ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആ ഡോക്ടർ മരുന്നുകൾ എഴുതിയൊരു കുറിപ്പുകൾ നമുക്ക് തരും. ആ പ്രിസ്ക്രിപ്ഷനുമായി നമ്മൾ ചെന്ന് മരുന്ന് മേടിച്ച് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സൗഖ്യം ഉണ്ടാകുകയുള്ളൂ. അതുപോലെ ദൈവത്തിൻ്റെ വചനം നാം വെറുതെ വായിക്കാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് സൗഖ്യമുണ്ടാകും. തിരുവചനത്തിൽ യേശു കർത്താവ് സൗഖ്യമാക്കിയ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ഇടയിൽ യേശു കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങൾ കേട്ടത് ഓർമ്മിച്ച് ആ സാക്ഷ്യങ്ങളും ഓർത്ത് നാം വീണ്ടും വീണ്ടും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ നൽകിയ കർത്താവിന് എൻ്റെ ജീവിതത്തിലും ഒരു വിടുതൽ നൽകാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. അവിടെ പൂർണ്ണമായ ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പറ്റും. സ്വരങ്ങളിൽ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുവോ? നിങ്ങൾ തിരുവചനത്തെ വിശ്വസിക്കുക. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളിൽ ഒരു പൂർണ്ണ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.